ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അപർണാഞ്ജലി ബാബു. ഐര മീഡിയ മിനിസ്ട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇടവകകളിൽ ദിവ്യബലി ആരംഭിക്കുന്നതിന് മുമ്പും കുർബാന മധ്യേയും പള്ളിമണികൾ മുഴങ്ങുന്നത് നാം കേട്ടിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്, എപ്പോഴൊക്കെയാണ് ഇത് മുഴങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഭാഗമാണ് ദേവാലയങ്ങളിലെ മണികളും മണിനാദവും. വാച്ചില്ലാത്ത കാലത്ത് സമയം അറിയിക്കാനും ദൈവിക ചിന്ത ഉണർത്താനും പള്ളിമണികൾ സഹായിച്ചിരുന്നു. അതിനാൽ നാഴികമണിയെന്നും ഒരു കാലത്ത് പള്ളിമണികളെ വിളിച്ചിരുന്നു. മാത്രമല്ല, ദേവാലയ തിരുക്കർമ്മങ്ങളെ സംബന്ധിച്ച അറിയിപ്പുകളും പള്ളിമണികളിലൂടെ നൽകിയിരുന്നു. AD 400 നോളയിലെ പൗളിനസ് എന്ന ഇറ്റാലിയൻ ബിഷപ്പ് കത്തോലിക്ക സഭാ ശുശ്രൂഷകളുടെ ഭാഗമായി മണികൾ അവതരിപ്പിച്ചതു മുതൽ പള്ളികളിൽ മണികൾ ഉപയോഗിച്ചു വരുന്നു. AD 604 ആരാധനയ്ക്കിടെ പള്ളിമണികൾ മുഴങ്ങുന്നത് പോപ്പ് സാബിനിയൻ ഔദ്യോഗികമായി അംഗീകരിച്ചു. പ്രത്യേകിച്ചും ദിവ്യകാരുണ്യ ആഘോഷവേളകളിലും കാനോനിക്കൽ മണിക്കൂർ എന്നറിയപ്പെടുന്ന ദൈനംദിന പ്രാർത്ഥനാ സമയങ്ങളിൽ പ്രഖ്യാപിക്കുന്നതിനുമായി പള്ളിമണികൾ മുഴക്കുന്ന പതിവ് പോപ്പ് സാബിനിയൻ അവതരിപ്പിച്ചു. ഉദയംപേരൂർ സൂനോദോസിന് ശേഷം 17-ാം നൂറ്റാണ്ട് മുതലാണ് എല്ലാ പള്ളികളിലും പള്ളിമണി നിർബന്ധമായും ഉപയോഗിക്കാൻ തുടങ്ങിയതെന്നും പള്ളിമണി പള്ളിയുടെ പുറത്ത് സ്ഥാപിച്ച് മണിയടി തുടങ്ങിയത്. ത്രികാല ജപം ചൊല്ലുവാൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നതിനായി 3 വീതം 3 പ്രാവശ്യം മുഴങ്ങുന്നു. ഞായറാഴ്ചയുടെയും കടമുള്ള ദിവസങ്ങളുടെയും തലേ ദിവസം സന്ധ്യയ്ക്കുള്ള ത്രികാല ജപത്തിന്റെ മണി കഴിഞ്ഞ് കൂട്ടമണി. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ദിവ്യരക്ഷകന്റെ തിരുമരണത്തിന്റെ സ്മരണയ്ക്കായി 14 പ്രാവശ്യം മണി മുഴക്കുന്നു. പാപ്പയുടെയും മെത്രാന്റെയും പട്ടക്കാരുടെയും മരണം അറിയിക്കുവാനും നിശ്ചിത സമയങ്ങളിൽ മണി മുഴക്കാറുണ്ട്. ഇവയൊക്കെയാണ് നിലവിൽ പള്ളിമണികൾ മുഴങ്ങുന്ന സാഹചര്യങ്ങൾ. മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.